ഈ ശനിയാഴ്ച ഈ സമാധാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ദിനമായി മാറിയിരിക്കുകയാണ്. കാരണം ഹമാസിന് നെതന്യാഹുവിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നു. ഈ അവരുടെ ബന്ദികളെ വിട്ടു നൽകിയില്ലെങ്കിൽ വീണ്ടും ഒരു യുദ്ധം ശനിയാഴ്ച ആരംഭിക്കുമെന്നൊരു മുന്നറിയിപ്പാണ്. ഇത് എന്താണ് സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്? പശ്ചിമേഷ്യയിൽ നടന്ന ക്രൂരമായ നരനായാട്ടും അവിടുത്തെ നശീകരണവുമൊക്കെ അവസാനിക്കും എന്ന് ആഗ്രഹിച്ചവരാണ് മനുഷ്യസ്നേഹികളായ മുഴുവൻ മനുഷ്യരും. അതിന് ജാതിയും മതമൊന്നുമില്ല. പക്ഷേ ഇസ്രായേലിൽ നിന്ന് ബന്ദികളായി കൊണ്ടുപോയ ആളുകളെ മുഴുവൻ മോചിപ്പിക്കണം എന്നുള്ളതാണ് ഇസ്രായേലും ഹമാസുമായുള്ള ഒരു എഗ്രിമെൻറ്റ്. തിരിച്ച് ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലുള്ള ആളുകളെ, ഹമാസിൻ്റെ അനുഭാവികളെ അവർ മോചിപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസ് ബാഗ്ദാനിൽ നിന്ന് പുറകോട്ട് പോവുകയും ബന്ദികളെ വിട്ടയക്കാൻ വൈമനസ്യം കാണിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് പ്രശ്നം കൂടുതൽ ഗൗരവമാക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം, അതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ ശക്തമായും ഇസ്രായേലിന് ഒപ്പം നിൽക്കുന്ന നിലപാടാണ് ആദ്യം തൊട്ട് തന്നെ ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രംപ് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിലെ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചേ മതിയാകൂ എന്നുള്ളത്. ഇല്ലെങ്കിൽ ട്രംപിൻ്റെ വാക്കനുസരിച്ച് പറഞ്ഞാൽ, ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ നരകത്തിൻ്റെ വാതിലുകൾ തുറക്കട്ടെ എന്നാണ്. ഇനി ഗാസയിലെ, പശ്ചിമേഷ്യയിലെ ഈ പ്രദേശങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി. ഇതൊന്ന് റീബിൽഡ് ചെയ്ത് വരണമെങ്കിൽ എത്ര വർഷം വേണ്ടി വരണം എന്നാലോചിച്ച് നോക്കണം. ജനങ്ങൾക്ക് കുടിവെള്ളമില്ല, ആഹാരമില്ല, കയറിക്കിടക്കാൻ സ്ഥലമില്ല, വസ്ത്രമില്ല, പ്രാഥമികമായ സൗകര്യം പോലും ഇല്ലാതെ ഒരു വലിയ ജനവിഭാഗം നരകതുല്യമായ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഹമാസ് വാശി വിടാതെ ബന്ദികളുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പരിപൂർണമായ ഒരു നാശത്തിലേക്ക് അതെത്തിച്ചു. ഈ ഹമാസിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ഈ പുറത്തു നിന്നെല്ലാം വലിയ രീതിയിൽ ഫണ്ട് വരികയും ഇരവാദവുമെല്ലാം ഉന്നയിച്ച് അങ്ങനെ മുന്നോട്ട് പോകാമെന്നായിരിക്കും ഹമാസ് ആഗ്രഹിക്കുന്നത്. ഹമാസിന് എന്നും ലക്ഷ്യം യുദ്ധമാണോ? അല്ല, ഹമാസ് ശരിക്കും പറഞ്ഞാൽ ഹമാസ് ഒരു മരമണ്ടന്മാരുടെ കൂട്ടായ്മയാണ്. അവർ വികാരപരമായി കാര്യങ്ങൾ കാണുന്നതാണ്. മരമണ്ടന്മാർ എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ യുക്തമായ വിശേഷണം വികാരജീവികളുടെ ഒരു കൂട്ടായ്മയാണ്. വികാരജീവികൾക്ക് ജീവിതം ഒരു ദുരന്ത നാടകമായിരിക്കും. കാരണം ഇത്തരം ഹമാസിൻ്റെ പോരാളികൾ ചെയ്യുന്നതാണ് അവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അനുഭവിക്കുന്നതല്ലേ. ആദ്യം തന്നെ ഹമാസ് ചെയ്തിരുന്ന ഒരു കാര്യം, ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ സ്കൂളുകളുടെ സമീപത്ത് നിന്ന് മിസൈലുകൾ തൊടുത്തു വിടും. അപ്പോൾ ഇസ്രായേലിനറിയാം എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നതെന്നുള്ള കാര്യം. എവിടെ നിന്നാണോ മിസൈൽ വന്നത് അവിടേക്ക് തിരിച്ച് ഇസ്രായേൽ മിസൈൽ പ്രയോഗിക്കുമ്പോൾ സ്കൂളുകൾ തകർന്നു വീഴും, ആശുപത്രികൾ തകർന്നു വീഴും, രോഗികൾ മരിക്കും, കുഞ്ഞുങ്ങൾ മരിക്കും. അപ്പോൾ ഒരു ലോക പൊതുജനാഭിപ്രായം ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ചു, സ്കൂളുകൾക്ക് മുകളിൽ ബോംബിട്ടു, കുട്ടികൾ മരിച്ചു, ആശുപത്രിക്ക് മുകളിൽ ബോംബിട്ടു, രോഗികൾ മരിച്ചു. ഇത് കുറേ കാലം ഇസ്രായേൽ ഇതൊക്കെ സഹിച്ചു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ലോക അഭിപ്രായം എന്തായാലും ശരി, UN എന്ത് പ്രമേയം പാസ്സാക്കിയാലും ശരി, സെക്രട്ടറി ജനറൽ ഗുട്ടറസ് എന്ത് പറഞ്ഞാലും ശരി, തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട തങ്ങളുടെ ചുമതലയാണെന്നുള്ള നിലയിലേക്ക് ഇസ്രായേൽ മാറി. അവരെ പ്രതിരോധം വിട്ട് അക്രമോത്സുകരായിട്ട് മാറി. അവസാനം അതിൻ്റെ ഒരു ദയനീയമായ ഫലം അനുഭവിക്കേണ്ടി വന്നത് അവിടുത്തെ പാലസ്തീൻ ജനതയാണ്. അവരെ ഈ നിത്യ ദുരിതത്തിലേക്ക് കൊണ്ടുപോയ ഹമാസാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തീവ്രവാദം ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ശരി, ഏത് ഭൂഖണ്ഡത്തിലായാലും, ഏത് രാജ്യത്തായാലും ശരി, ഏത് പ്രദേശത്തായാലും ശരി, അത് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ കാശ്മീരിൽ ഭീകരന്മാർ കടന്നു വന്ന് കാശ്മീരിലെ ജനങ്ങൾക്കിടയിൽ താമസിച്ച് അവിടെ ഭീകരപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായി അതിനെ അടിച്ചമർത്താൻ മോദി ഗവൺമെൻറ് തയ്യാറായപ്പോൾ ഭീകരപ്രവർത്തനത്തിൻ്റെ എണ്ണം കുറഞ്ഞു. ഇപ്പോഴും അവർ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന് ഈ അക്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ആ സംസ്ഥാനത്ത് മോദിയുടെ ഫാസിസ്റ്റ് നിലപാടുകൾ നടപ്പിലാക്കുന്നു എന്നാണല്ലോ. ഫാസിസ്റ്റ് നിലപാടുള്ള ഒരു പ്രധാനമന്ത്രിയാണോ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയത്? ഫാസിസത്തിനെതിരായിട്ട് നിലപാടെടുത്ത കോൺഗ്രസിൻ്റെ എത്ര സീറ്റുണ്ട്? 6 സീറ്റല്ലേ ഉള്ളൂ. അതും നാഷണൽ കോൺഫറൻസിൻ്റെ ദാക്ഷിണ്യത്തിൽ കിട്ടിയ 6 സീറ്റ്. കുറച്ചു കാലം മുമ്പ് അത് ഓരോ തെരഞ്ഞെടുപ്പിലും താഴോട്ടാണ് വരുന്നത്. കഴിഞ്ഞ 12, ഇപ്പോൾ 6. അതെ, കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാശ്മീരിൽ പോയി മഞ്ഞ് വാരി എറിഞ്ഞ് കളിച്ചു. അത് മോദി എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ പോകാൻ പറ്റിയത്. മൻമോഹൻ സിംഗ് ആയിരുന്നെങ്കിൽ അദ്ദേഹം പോകാൻ തയ്യാറാകുമായിരുന്നു. അപ്പോൾ ശക്തമായ നിലപാട് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ്
വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലെത്തുന്നത്. രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുക, അരാജകത്വത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുക, തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുക, മതമൗലികവാദികളെ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് പോവുകയല്ലേ. അത് ഞാൻ പൊതുവേ പറഞ്ഞത്, ഹമാസ് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം വെച്ചുകൊണ്ടുള്ള കളി ഒരു കാരണവശാലും ഇസ്രായേലിൻ്റെ അടുത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രൂക്ഷമായി അതിശക്തമായി തന്നെ ഇസ്രായേൽ അതിനെ പ്രതികരിക്കും. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഹമാസ് തടവിൽ വെച്ചിരിക്കുന്ന ഇസ്രായേൽക്കാർ എന്ന് പറയുന്നവരിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്കറിയില്ല. അവരെ പുറത്ത് വിടണം എന്ന് പറഞ്ഞാൽ ജീവനോടുണ്ടെങ്കിലല്ലേ പുറത്ത് വരാനൊക്കെയുള്ളൂ. ചിലരെയെങ്കിലും വളരെ ക്രൂരമായി അവർ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇസ്രായേലിലേക്ക് കടന്നു ചെന്ന് അവർ കാണിച്ചെന്താണ്? ഒരു പെൺകുട്ടിയെ ശരീരം നഗ്നമാക്കിയിട്ട് അവളെ വലിച്ചഴിച്ചുകൊണ്ട് പോവുക. വളരെ ക്രൂരം, മനുഷ്യത്വരഹിതമായ സമീപനമാണ് ഈ തീവ്രവാദികൾ, ഹമാസ് ആയാലും ശരി, ഹൂതി ആയാലും ശരി, തോയ്ബ ആയാലും ശരി, ഇവരെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് മനുഷ്യരാശിക്ക് ഭീഷണിയാണ്. ഈ ഹമാസിനും ഹൂതികൾക്കുമെല്ലാം അവരെന്താണോ അർഹിക്കുന്നത് ആ തിരിച്ചടിയാണല്ലോ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. അതെ, അതാണ് പ്രശ്നം. ഇപ്പോൾ ആദ്യം ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLO എന്നുള്ള സംഘടന ഉണ്ടാണ്. യാസർ അരാഫത്ത് ആയിരുന്നു അതിലെ. അപ്പോൾ യാസർ അരാഫത്ത് ഒലിവിലകളുമായി ചെന്ന് UN അസംബ്ലിയിൽ സംസാരിച്ചതൊക്കെ വളരെ രോമാഞ്ചത്തോടെ തന്നെ ഞങ്ങൾ കേട്ടത്. ആ ഒരു കാലഘട്ടത്തിലെ ഞങ്ങളുടെ ഒരു തലമുറ യാസർ അരാഫത്തിൻ്റെ ഫാൻസായിരുന്നു നമ്മളൊക്കെ. യാസർ അരാഫത്തിനെ വലിയ ആരാധനയോടാണ് കണ്ടിരുന്നത്. പാലസ്തീനിലെ ജനതയുടെ സ്വാതന്ത്ര്യ വാഞ്ഛയുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ യാസർ അരാഫത്തിനെ കണ്ടത്. യാസർ അരാഫത്ത് പോയി, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പോയി. അപ്പോൾ ഫത്താ പാർട്ടി എന്നൊക്കെ പറഞ്ഞവർ മത്സരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അതിന് ഭീകരവാദത്തിലേക്ക് എപ്പോൾ പോയോ അതോടുകൂടി പാലസ്തീൻ ജനതയുടെ ഉണ്ടായിരുന്ന ഐക്യദാർഢ്യം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നഷ്ടപ്പെട്ടു. ഇപ്പം തന്നെ കേരളത്തിലെ ഒരു ഉദാഹരണം എടുക്കുക. ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവരാണല്ലോ കേരളത്തിലുള്ളത്. ഇപ്പം അവിടെ ഹമാസ് അയച്ച ഒരു മിസൈൽ വീണ് ഒരു മലയാളി മരിച്ചപ്പോൾ അത് തീവ്രവാദ ആക്രമണത്തിലാണ് ഈ സ്ത്രീ മരിച്ചു പോയത് എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിക്ക് സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കേണ്ടി വന്നു. കൊച്ചു കാര്യമാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. ഹമാസിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പറയുന്നവനെ കൊല്ലും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു. ഇന്നെന്താ കേരളത്തിലെ സ്ഥിതി? ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത് ഈ തീവ്രവാദികളെ മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് എത്ര ആളുകൾ അവരെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശക്തമായ മുദ്രാവാക്യങ്ങളും മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത നിലപാടുകളും പ്രവർത്തനങ്ങളും നടത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിനെ അടിച്ചമർത്താൻ രാത്രി 2:30-ക്ക് തുടങ്ങി വെളുപ്പിനെ 4:30-ക്ക് തീർക്കുന്ന ഒരു ഓപ്പറേഷനെ വേണ്ടി വന്നുള്ളൂ. SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ആളുകളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെന്ത് അന്വേഷിക്കാനെങ്കിലും ആളുകൾ തയ്യാറാകുന്നുണ്ടോ? ആലോചിച്ച് നോക്കണം. ഇത് പിടിച്ചുകൊണ്ട് പോയവൻ്റെയൊക്കെ ജീവിതം തീർന്നില്ലേ? അപ്പോൾ ഇനി ഇവരൊന്ന് തിരിച്ചു വന്നാൽ തന്നെ ഒരു പഴയ രീതിയിലേക്ക് തിരിച്ചു വരിക അസാധ്യമാണ്. അപ്പോൾ അബ്ദുൽ നാസർ മദനി അദ്ദേഹമാണ് ആദ്യം തീവ്രവാദവുമായിട്ട് രംഗത്ത് വന്നത്. മുസ്ലിം ലീഗ് വളരെ മോഡറേറ്റാണ് പോയത്. മുസ്ലിം ലീഗിനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു. മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടി എന്ന നിലയിൽ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു. ന്യൂനപക്ഷത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളുടെ ന്യായമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വന്നതിനെ കേരളത്തിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ സ്വാഗതം ചെയ്തില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം താല്പര്യം, അതായത് മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സംരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കപ്പെടുന്നത് കൊണ്ടാണല്ലോ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ മുസ്ലിം ലീഗിന് അംഗീകാരം കിട്ടിയത്. പക്ഷേ മുസ്ലിം ലീഗിന് കിട്ടിയ അംഗീകാരം എന്തുകൊണ്ട് PDPക്ക് കിട്ടിയില്ല? പാണക്കാട് തങ്ങൾക്ക് കിട്ടിയ ഒരു ആദരവ് എന്തുകൊണ്ട് അബ്ദുൽ നാസർ മദനിക്ക് കിട്ടിയില്ല? മദനിക്ക് CPM നൽകിയിട്ടുണ്ട് ആദരവ്. ആ CPM തന്നെ ചരിത്രത്തിൽ അസ്തമിക്കാൻ പോവുകയാണ്. ആ ആദരവ് നൽകിയ CPMൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അവരടിച്ചു കഴിഞ്ഞു. അവർ മതമൗലികവാദികളെയും തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ തന്നെ തകർത്ത് കളഞ്ഞില്ലേ? ഇനിയും വരാൻ പോകുന്ന നാളുകൾ ഇപ്പം തന്നെ ഈ ത്രിപുരയിൽ പരിപൂർണമായിട്ട് അസ്തമിച്ചില്ലേ? ബംഗാളിൽ എന്താണ് അവർ ചെയ്തത്? ജ്യോതി ബസു ഒക്കെ ചെയ്തിരുന്നൊരു കാര്യം, ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഭീകരന്മാരെ ഇവിടെ കൊണ്ട് കുടിയിരുത്തി അവർക്ക് വോട്ടേഴ്സ് ID കൊടുത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചൊരു ഗവൺമെൻറ്റാണ് ഉണ്ടാക്കിയത്. ഇന്നൊരൊറ്റ MLA ഉണ്ടോ? അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതമൗലികവാദികളെ ഭീകരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ പോയാൽ അത് ആ പ്രസ്ഥാനത്തിൻ്റെ തന്നെ അന്ത്യമാവും. 33 വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ച CPMനൊരു MLA ഇന്ന് ബംഗാളിലില്ല. അങ്ങനെ വന്നതിൻ്റെ കാരണം ഈ തീവ്രവാദത്തെ അവർ പ്രോത്സാഹിപ്പിക്കാൻ പോയതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും ഏരിയ കമ്മിറ്റി ഓഫീസുകളും ഒക്കെ
ഇപ്പോൾ അവർക്ക് വാടകയ്ക്ക് കൊടുക്കേണ്ടി വന്നു. ചിലതൊക്കെ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്തു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൃണമൂലിനെ പേടിച്ച് ബാക്കിയുള്ളവർ BJP-യിലേക്കും ചേർന്നു. അതാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്, 2009 വരെ 6% വോട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ 9% വോട്ടുണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിലേക്ക് അവർ വന്നപ്പോൾ ഏകദേശം 20% വോട്ടായിട്ട് വർദ്ധിച്ചില്ലേ. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു സങ്കല്പമുണ്ട്. മനുഷ്യത്വരഹിതമായ നിലപാട് സ്വീകരിക്കുന്ന ആരെയും പൊതുസമൂഹം അംഗീകരിക്കില്ല. ഹമാസിനെയും ലോക പൊതുസമൂഹം അംഗീകരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു അവസാനം? യുദ്ധത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവരുടെ ആളുകളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ, ഇസ്രായേലിൻ്റെ ആളുകളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ആ പ്രദേശം അവർ പരിപൂർണമായിട്ട് നശിപ്പിച്ചു കളയും. അല്ല വേറെ ഇപ്പം ചെയ്തിരിക്കുന്നത് യുദ്ധം. അത് ഏറ്റെടുക്കുമെന്ന് അമേരിക്കയും അറിയിക്കുന്നുണ്ടല്ലോ ആ പ്രദേശം. അല്ല, ട്രംപിൻ്റെ നിലപാട് വളരെ ക്ലിയറാണ്. ട്രംപ് കൃത്യമായി ഈ മതമൗലികവാദത്തിനെയും തീവ്രവാദത്തിനെയും എതിർക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണ ശക്തമായും ഇസ്രായേലിനുണ്ട്. ഇനി ഞാൻ മറ്റൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയൊക്കെ ചെയ്തിട്ടും ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങളുടെ ഒരു ആരാധനാ സ്ഥലം എന്ന് പറയുന്നത് മക്കയും മദീനയും നിൽക്കുന്ന സ്ഥലം സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ അവിടുത്തെ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണ്? UAE നിലപാടെന്താണ്? ഖത്തർ ഒഴിച്ചുള്ള മുസ്ലിം രാജ്യങ്ങളൊക്കെ ഈ തീവ്രവാദത്തിനെതിരാണ്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു പരിധിവരെ ഖത്തറുണ്ട്, പിന്നെ വന്ന ടർക്കിയുണ്ട്, മൂന്നാമത് ഇറാനുണ്ട്. ഈ 3 രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ 3 രാജ്യങ്ങളും, ഖത്തർ പിന്നെ എണ്ണ സമ്പത്തുള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. ഇപ്പം ടർക്കി സമ്പന്നമായ രാജ്യമാണ്, അത് പക്ഷേ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഏതാണ്ട് തകർച്ചയുടെ വക്കിലായി. അപ്പോൾ മതമൗലികവാദത്തെ, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കുള്ള ഒരു ഗുണപാഠമാണ് നമ്മൾ പാലസ്തീനിൽ കണ്ടത്. ഈ തീവ്രവാദ നിലപാടുമായി ഹമാസ് പോയാൽ ആ പ്രദേശം, പാലസ്തീൻ, ഒരു പിടി ചാരമായി മാറാൻ അധികകാലം വേണ്ടി വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, ഇസ്രായേലിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയ ആളുകളെ തിരികെ കിട്ടണം എന്നുള്ള ഇസ്രായേലിൻ്റെ നിലപാട് അത് അന്യായമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തികച്ചും ന്യായമായൊരു നിലപാടാണ്. ഹമാസ് അതിന് വഴങ്ങിയില്ലെങ്കിൽ ട്രംപ് പറഞ്ഞതുപോലെ നരകത്തിൻ്റെ, ഇപ്പം തന്നെ നരകമാണ്, ഇനി ഏത് നരകത്തിൻ്റെ വാതിലാണ് തുറക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, വീണ്ടും കൂടുതൽ നരകതുല്യമായി മാറും. ഈ നരക അനുഭവിക്കാൻ പോകുന്ന അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണല്ലോ. ആ ജനങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഹമാസിനെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കാത്തത്? ഒരു ജനകീയ പ്രക്ഷോഭമോ ഈ ഹമാസിനെതിരെ ഒരു എതിർസ്വരമോ നാം ആ ഗാസയിൽ നിന്ന് കേൾക്കുന്നില്ലല്ലോ. അത് എന്തുകൊണ്ടായിരിക്കും? അത് വളരെ റിലവൻ്റായ ഒരു ചോദ്യമാണ്. കാരണം ജനങ്ങൾ നിരായുധരാണ്, അവർ നിസ്സഹായരാണ്, അവർ അസംഘടിതരുമാണ്. അപ്പം നിരായുധരായ, അസംഘടിതരായ ഒരു ജനതയ്ക്ക് സായുധശേഷിയിൽ മുന്നേ നിൽക്കുന്ന ഹമാസിനെ എതിർക്കാൻ പറ്റില്ല. എതിർത്ത് ഹമാസ് വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ ക്രൂരമായ ശിക്ഷ അവർക്ക് കൊടുക്കും. അപ്പോൾ അവർക്ക് മറ്റു ഓപ്ഷൻസ് ഇല്ല. പക്ഷേ താലിബാനിൽ നാം കാണുന്നത് പോലെ തന്നെ സംഭവിക്കും. ഇത് കേരളത്തിൽ ആവർത്തിക്കാൻ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരം തീവ്രവാദ നിലപാടുകളുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ മുസ്ലിം സമൂഹം തന്നെ മുന്നോട്ട് വരണം. അത് പൊതുസമൂഹത്തിന് അപകടമാണെന്ന് തിരിച്ചറിയണം. അതിൻ്റെ ഒരു ഗുണപാഠമാണ് നമ്മൾ പലസ്തീനിൽ കാണുന്നത്. അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ അതൊരു സന്ദേശമാണ് നൽകുന്നത്. അത് കേരളത്തിലായാലും ശരി, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലായാലും, ലോകത്തെവിടെയായാലും ശരി, തീവ്രവാദം എതിർക്കപ്പെടേണ്ടതാണ്, തീവ്രവാദം നശിപ്പിക്കപ്പെടേണ്ടതാണ്. അതിനെ സംരക്ഷിച്ചും താലോലിച്ചും പോകാൻ ആര് ശ്രമിച്ചാലും അവർക്ക് ആത്യന്തികമായി പരാജയമായിരിക്കും ഫലം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ പാവപ്പെട്ട പലസ്തീനിലെ നിസ്സഹായരായ നിരപരാധികളായ ഒരു ജനതയെ വീണ്ടും വലിയ ഒരു ദുരിതത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു യുദ്ധമായി, ഒരു കലാപമായി അത് അവിടെ മാറിയാൽ അത് അപരിഹാര്യമായ നഷ്ടമായിരിക്കും ആ പ്രദേശത്തിനുണ്ടാക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.